ഹായ്, ഇന്നിവിടെ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ അവർ തന്നാണ് കേട്ടോ കപ്പ. അപ്പോൾ എല്ലാം നമുക്ക് ഒരു ദിവസം കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ. വെറുതെ പുറത്ത് വെച്ചാൽ കറുത്ത് പോവും, പിന്നെ മഞ്ഞ കളറ് പോലെയൊക്കെ ആവും. അപ്പോൾ ഇതെങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് ഒരു ചെറിയ ടിപ്പ് പോലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഒരു പ്രാവശ്യം എടുക്കാനുള്ള കപ്പ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം സാധാരണ രീതിയിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ കപ്പ ശരിക്കും കഴിക്കും. ഇപ്പം അത്രയും കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കയറുന്നവർക്കൊക്കെ കപ്പ അധികം കഴിക്കുമ്പോൾ പറ്റില്ലല്ലോ. ഞാനിപ്പം ഇന്നലെ കുറച്ചെടുത്ത് ഉള്ളിമുളകൊക്കെ ഇടിച്ചിട്ട് ഒലത്തിയായിരുന്നു. പിന്നെ ഇന്നിപ്പം അതെടുത്ത് ബാലൻസ് എടുത്ത് ഫ്രീസറിനകത്തേക്ക് വയ്ക്കാമെന്ന് വെച്ചു. അപ്പം അതിന് വേണ്ടി ഞാൻ ഇതെല്ലാം തൊണ്ട് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. തൊണ്ട് പൊളിച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ മണ്ണൊക്കെ കഴുകി കളഞ്ഞ് ഒരു പ്രാവശ്യം എടുക്കാനായിട്ട് ഓരോ കവറിനകത്താക്കി വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കണം. അല്ലാതെ എടുത്തിട്ട് പിന്നെയും നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ അത് ചീത്തയായിപ്പോൾ. തന്നെയല്ല, കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം പുഴുക്കുണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഈ എടുത്ത് കൊത്തി നുറുക്കി എടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കഴുകുമൊന്നും വേണ്ട, വെള്ളം തെളിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ടാൽ മതി. പിന്നെ ഒരു കവറിനകത്തോടെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മുടെ ഈ നാട്ടിൽ എപ്പോഴും കപ്പ ഏത് സമയത്ത് വേണേലും കിട്ടും. പക്ഷെ പിന്നെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് കപ്പ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ്. ഞാനപ്പം ഒരു പ്രാവശ്യം വയ്ക്കാനുള്ളത് ഇങ്ങനെ കവറിനകത്താക്കി വയ്ക്കുന്നുണ്ട്. എയറൊന്നും കയറാതെ 2 കവറിനകത്താക്കി നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കാനാണ് കേട്ടോ. പിന്നെ വട്ടം കണ്ടിച്ച് ചെണ്ടം പുഴുങ്ങാൻ വേണ്ടി ഉള്ളത് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് രണ്ടും ഫ്രീസറിൽ കയറ്റി വയ്ക്കാനാണ്. പിന്നെ നമുക്ക് ഒരു 2 ആഴ്ച ഒരാഴ്ചയൊക്കെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഫ്രീസറിലല്ലാതെ താഴെ നമുക്ക് നോർമൽ തണുപ്പിലാണെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. അപ്പം എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു സാധനവും ഞാൻ വേസ്റ്റ് ആക്കാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ നോക്കും. അപ്പം ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അപ്പം ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടൊക്കെ സഹായിക്കണം കേട്ടോ. ഇതാണ് ആദ്യം എടുക്കാനുള്ള കപ്പ ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്